അങ്ങനെ ഒരു കത്ത് പോയിട്ടില്ല. പിന്മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു കത്ത് ഇവിടെ പോയിട്ടില്ല. PMC നടപ്പാക്കില്ല എന്ന് മുൻ സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണെന്ന് തെളിയുന്നു. 2025 നവംബർ 12-ന് PMC നടപ്പാക്കാനാകില്ല എന്ന് കേരളം കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി കെ വാസുകി അയച്ച കത്ത് റിപ്പോർട്ട് പുറത്തുവിടുന്നു. PMCയിൽ ഒരു കാശ് പോലും ഇടത് സർക്കാർ വാങ്ങിയിട്ടില്ല എന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി അല്പം മുമ്പ് പ്രതികരിച്ചു. ഈ LDF-ലുണ്ടായ ധാരണയുടെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭയിൽ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ PMCയുമായി തൽക്കാലം മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് അന്നത്തെ സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചത്. അത് അറിയിച്ചുകൊണ്ട് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി കെ വാസുകിയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കത്തയച്ചത്. ആ കത്തിൽ പറയുന്നത് PMC നടപ്പാക്കുന്ന കാര്യത്തിൽ സംസ്ഥാനത്തിന് ആശങ്കകളുണ്ട്. ഈ ആശങ്കകൾ പരിശോധിക്കാനായി ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിശ്ചയിക്കുകയാണ്. ആ മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് വരുന്നതുവരെ PMC പദ്ധതിയുമായി മുന്നോട്ട് പോകാനാകില്ല. അതിനാൽ PMC പദ്ധതിക്കായി ഒപ്പുവെച്ച ധാരണാപത്രം തൽക്കാലം മുന്നോട്ട് പോകാനാകില്ല എന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിക്കുകയാണ്. ഇത് പിന്നീട് സുപ്രീം കോടതിയെയും സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. PMCയുമായി മുന്നോട്ട് പോകാനാകില്ല എന്ന് ഈ കേസ് സുപ്രീം കോടതിയിൽ വന്നതിന് പിന്നാലെ സുപ്രീം കോടതിയെയും സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ചൂണ്ടിക്കാണിക്കുന്നത് PMC നടപ്പാക്കാനാകില്ല എന്ന് അന്നത്തെ സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിട്ടില്ല എന്നതാണ്. ഏതായാലും ഈ കത്ത് ഒരു തെളിവായി ഇപ്പോൾ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുകയാണ്. മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ എത്തി ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ കളവ് പറയുകയാണ്